കുഞ്ഞാറ്റ് നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മൾ കടയിൽ പോയിട്ട് ഫിഷ് വാങ്ങാൻ വേണ്ടി പോവാണ് കറി വെക്കാൻ. വാങ്ങിച്ചിട്ട് ഇപ്പം സമയത്തിൻ്റെ കേട്ടോ 8 മണിയോ 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ വന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് കറി വെച്ച് എൻ്റെ വീഡിയോ എടുക്കാം. ഗായ്സ്, അപ്പോഴേക്കും ഞാനുണ്ടല്ലോ സിനിമ കാണുന്ന സമയത്തുണ്ട് അവൾ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ സുഖമായി എനിക്ക് ഇഷ്ടമുള്ളത് ഒക്കെ വയ്ക്കും എപ്പോഴും. ആ കാരണം എനിക്ക് കുഴപ്പമില്ല. അവൾ എന്ന് അങ്ങനെ കിടന്നുറങ്ങി. ഇന്നലെ അവൾ കിടന്നുറങ്ങി, ഇന്ന് അവൾ കിടന്നുറങ്ങി. എന്താ അപ്പം എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ലിഫ്റ്റ് കയറാൻ പോണു ഗായ്സ്. അപ്പം ഞാൻ ബട്ടലേക്ക് നമുക്ക് ലിഫ്റ്റിൽ കയറാമേ. ഏട്ടൻ്റെ മുടിക്ക് വേണ്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ചുടുമോള് സെറ്റ് ഇട്ടിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. സുഡ് ചെറിയൊരു ഇതുള്ള അല്ലേ. രാത്രി 8:30 കേട്ടോ. കടലും പയറും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ ഫിഷ് കറി വെച്ചാലോന്ന്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. നമ്മളിനി പോവാണ് സൂപ്പർ മാർക്കറ്റിലേക്ക്. വന്ന് ഫിഷ് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് കഴിച്ചിട്ട് വേണം കെടുക്കാൻ. ഓക്കെ. വലിയ മത്തിയ നല്ല രസമുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞു. ഇന്നലെ എന്തായിരുന്നു തുടങ്ങി. ഇന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ സാധനം കാട്ടിത്തരേ. എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടമായോ? ഇത് എൻ്റെ ഓഫീസിലത്തെ അഖില എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ട് കേട്ടോ. ആ ചേച്ചി ഒരു ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഷോപ്പിൽ പോയപ്പോൾ ആ ചേച്ചി എനിക്ക് വേണ്ടി വാങ്ങിച്ചു പോകുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ മറ്റേ നമ്മളുടെ ആ സ്വീറ്റ് പൊട്ടേറ്റോ ഇല്ലേ, ആ മധുരക്കിഴങ്ങിട്ട് ഇട്ടിട്ടുള്ള ആ ചെടിയുടെ വീഡിയോ കണ്ടിട്ട് ആ ചേച്ചി എനിക്ക് വാങ്ങിച്ചത് നല്ലൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ എവിടെയാണ് വെക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വെക്കണം? പൂജാമുറിയുടെ സൈഡിൽ വെക്കണോ അതോ ആലോചിച്ച് നോക്കട്ടെ. ബാൽക്കണിയിൽ എവിടെയാണ് വെക്കേണ്ടത് നോക്കട്ടെ. ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നല്ല ഇഷ്ടമായി. നല്ല യെല്ലോ പാത്രവും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ താങ്ക് യു അഖിലേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വളർത്തണം അല്ലേ. അവസാനം നമ്മൾ TV-യിൽ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ മുടി നല്ലപോലെ കൊഴിയുണ്ട് കേട്ടോ. നെറ്റി നല്ലപോലെ കയറുന്നുണ്ട്. ഈ ഒരു സൈഡിക്ക് നെറ്റി കയറുന്നുണ്ട്. ഒന്നാമത് കണ്ടോ നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട്. ദുബായിൽ വന്ന എല്ലാവർക്കും നല്ലപോലെ നെറ്റിയും കയറുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡും ഉണ്ട്. ഞാൻ എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ വാച്ചിലിടുമ്പോൾ ഇനി ഇവിടെ ഇങ്ങനെ ഇട്ടേൻ്റെയാണെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് നാൾ വാച്ചിലിടും. ഇങ്ങനെ ഇട്ടിട്ട് പോകും. പിന്നെ കുറച്ച് ദിവസം കളയുമ്പോൾ ഇവിടേക്ക് ഇടും. ആ ഒരു ഭാഗത്താകുമ്പം നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. ഞാനേ അപ്പോൾ കടയിൽ പോയപ്പോൾ നമ്മുടെ നീലബൃങ്കാതിയുടെ ഹെയർ ഓയിൽ ഇരിക്കുന്ന കണ്ടു കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ. അപ്പോൾ അതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല നാട്ടിൽ. പണ്ട് കേട്ടോ, പണ്ടേക്ക് നമ്മുടെ കഞ്ഞുണ്ണി വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടല്ലോ, അതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന. പിന്നെ ഷാമ്പു തീരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ് ബിടെക് പഠിച്ച് ഡിഗ്രിക്കും കഴിയുന്ന സമയത്താണ് ഷാമ്പുക്കും കൂടുതൽ യൂസ് ചെയ്തത്. അതിന് മുന്നേ താളിയും ചെറുപയർ പൊടിക്കുന്നു. അതേപോലെ തന്നെ ആ സമയത്ത് മുടി നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷാമ്പുക്ക് യൂസ് ചെയ്തപ്പോഴാണ് നല്ലപോലെ ഹെയറിക്കും നല്ലപോലെ കുറഞ്ഞു തുടങ്ങിയത്. ഇനി എന്തായാലും ഈ ഓയിലേക്കും വെച്ചിട്ട് പണ്ടത്തെ പോലെ ഹെയർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ചേട്ടനാണ് ചേട്ടന്റെ സ്പെഷ്യൽ എന്താണ്? കുരുമുളക് കിട്ടിട്ടല്ലേ ചേട്ടാ? കുരുമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി എല്ലാം കൂടി. ചെറുള്ളി ഉണ്ട് നമ്മുടെ ഇവിടെ. ചെറുള്ളി ഉണ്ടല്ലോ, കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കല്ലുപ്പ് അത് കൂടിയിട്ട് നമ്മൾ ആദ്യം പൊടിക്കണ്ടാവും. കുരുമുളക് കടിക്കുന്നതിന് കൂടെ എന്നിട്ട് പരട്ടിട്ട് ചേട്ടനെന്നാ വെള്ളം വരുന്നു. അച്ഛൻ പറയുമ്പോഴില്ലേ കുഞ്ഞാ, അച്ഛൻ പറയുമ്പോ ഏത് വെള്ളം ഇങ്ങനെ എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം മസാല പിടിച്ചിട്ട് നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരിച്ചെടുക്കും. അല്ല സുധാകേട്ടാ, കുഞ്ഞാറ്റിക്ക് ഇഷ്ടല്ലേ മീൻ വറുത്തത്? നമ്മളെങ്ങനെ കഴിക്കാം? എനിക്ക് ഇതിന്റെ മറ്റേ പൊരിച്ച സാധനത്തിന്റെ കറിഞ്ഞ സാധനത്തിന്റെ ഇഷ്ടം.
ഇന്ന് ക്രിസ്മസ് ആയിട്ടേ ഇവരുടെ ആക്കിയാലും എല്ലാ കുട്ടികൾക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുത്തോട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞു പറഞ്ഞു കുഞ്ഞാലും ബിരിയാണി കിട്ടിയില്ലേ ക്രിസ്മസ് ആയിട്ട്. ഇഷ്ടമായി ബിരിയാണി? സൂപ്പറായിരുന്നല്ലേ? കുഞ്ഞിപ്പാറു പറഞ്ഞ നമ്മോട് 2 തവണ വാങ്ങിച്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ബിരിയാണി. ഞാൻ 2 വട്ടം പായസം എടുത്തിട്ടുണ്ട്. പായസം ഉണ്ടായിരുന്നാ? എന്തിട്ട് പായസം? നല്ല ടേസ്റ്റുള്ള പായസം. നമുക്ക് വീക്കെൻഡ് അങ്ങനെ അടുത്ത മാസം അച്ഛന്റെ പിറന്നാളുണ്ടടാ. അമ്മേരെ പിറന്നാളുണ്ട്, അച്ഛന്റെ ബർത്ത്ഡേ, അമ്മേരെ ബർത്ത്ഡേ, അച്ഛന്റെ അമ്മേരെ വെഡിങ് ആനിവേഴ്സറി ജനുവരി. എനിക്ക് ആലോചിച്ചുകൂടാം. ഞങ്ങൾക്ക് ഭയങ്കര ആഘോഷങ്ങളുടെ ഒരു മാസമാണ് ജനുവരി. ജനുവരി 8-ാം തീയതി ചേട്ടന്റെ ബർത്ത്ഡേ, ജനുവരി 11-ാം തീയതി എന്റെ ബർത്ത്ഡേ, ജനുവരി 28-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, പിന്നെ ഫെബ്രുവരി 6-ന് കുഞ്ഞിപ്പാറിന്റെ ബർത്ത്ഡേ. അങ്ങനെ ജനുവരി ഫെബ്രുവരി ഫുള്ള് ആഘോഷമാണ് കേട്ടോ. അങ്ങനെ നോക്കാം. പിന്നെ ജനുവരി 1-ാം തീയതി ന്യൂ ഇയറിന്റെ അന്നാണ് എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ. അത് സ്പെഷ്യലാണ്, അതുകൊണ്ട് ആരും മറക്കില്ല. ജനുവരി 1-ാം തീയതി ആയതുകൊണ്ട് ഫുള്ള് ജനുവരി. പിന്നെ ചേട്ടന്റെ നാള് ജനുവരി 1-ആണ്. അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി 1. പിന്നെ എന്റെ നാള് വരുന്നത് ജനുവരി 8-ഓ 9-ഓ എന്തോ പറഞ്ഞോ നാള് വരുന്നത്. ജനുവരി 1 എല്ലാവർക്കും അവധി കൊടുത്തിട്ടുണ്ട്. എന്താണ് ജനുവരി 1-ാം തീയതി പറഞ്ഞതായോണ്ടേ ഇവിടെ എല്ലാവർക്കും അവധി കൊടുത്തിട്ടുണ്ട് കമ്പനിക്കല്ലോ. ആണോ? എല്ലാവർക്കും UAE എല്ലാവർക്കും എല്ലാരും അടിച്ചു പൊളിക്കാൻ പറഞ്ഞത്. എല്ലാം മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണികൾക്ക് മുട്ട ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. അച്ഛനോട് കൊടുക്കടാ ഉണ്ണിയാരനെ. അച്ഛനോട് കൊടുക്കും. അപ്പോൾ നമുക്കിനി മിക്സിയിൽ അരയ്ക്കാനുള്ള മസാലകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് ചെറുള്ളി കിട്ടിയില്ല, അപ്പോൾ പിന്നെ സബോളയുടെ ചെറിയ കഷ്ണം എടുത്തു. പിന്നെ 2-3-4 ചെറിയ വെളുത്തുള്ളി, ചെറിയൊരു ഇഞ്ചി കഷ്ണം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും പെരുംജീരകപ്പൊടി എടുത്തിട്ടുണ്ട് വേറെ എക്സ്ട്രാ. പിന്നെ കുറച്ച് കല്ലുപ്പ്, പിന്നെ മെയിനായിട്ട് നമ്മുടെ കുരുമുളക്. അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഒരു പേസ്റ്റ് രൂപത്തിലേ. അപ്പോൾ മസാല നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളകൊന്നും അങ്ങനെ വല്ലാണ്ട് അരഞ്ഞില്ല, കുഴപ്പമില്ല എന്നാലും ഓക്കെ അല്ലേ. ഇനി നമുക്കിത് മത്തിയിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഫ്രഷായി വന്നു. ചേട്ടാ അവിടെ മീനിൽ മസാലയ്ക്കും റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മീൻ കറി റെഡി ആയിട്ടുണ്ട്. അത് നല്ല ചൂട് ചോറും മീൻ കറിയും, പിന്നെ നമ്മുടെ ചാള വറുത്തതും. ഇതിന്റെ കൊതി കാരണമാണ് നമ്മൾ 8:30-ക്ക് പോയിട്ട് വാങ്ങിച്ചത് കേട്ടോ. ചേട്ടന് വേഗം ധൃതിയായിരിക്കും കഴിക്കാൻ. അതിന് വേണ്ടിട്ട് അടിപൊളിയാ, സൂപ്പർ. അപ്പൊ മീൻകറി റെഡി ആയിട്ടുണ്ട്, മീൻ വറുത്ത റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സമയം നോക്കട്ടെ കേട്ടോ. ഇപ്പൊ സമയം 11:11. ഞാനുണ്ടല്ലോ ഇപ്പോൾ 2-3 ദിവസമായിട്ട് പെട്ടെന്ന് ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങനെ സമയം ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ 11:11. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതന്നെ കറക്റ്റ് ആ ഒരു ടൈമിലായിരിക്കും ഞാൻ സമയം ചെക്ക് ചെയ്യാൻ ഫോൺ എടുക്കുമ്പോൾ 11:11 മിഞ്ഞാന്നും അങ്ങനെ തന്നെ. ഇന്ന് 12:12 അങ്ങനെ എന്തോ ഒരു സംതിങ് ഈ ഒരു നമ്പറുകൾ ഇങ്ങനെ 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 ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ട്. 11:11, 12:12 ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ, അങ്ങനെ കാണുന്നുണ്ട്. എന്തോ നല്ലതിന് വേണ്ടിയായിരിക്കാം അങ്ങനെ. അപ്പോൾ ഇപ്പോൾ 11:11 ആയിട്ടുണ്ട് സമയം. ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനും കുട്ടികളും കഴിക്കട്ടെ. ചേട്ടൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളേക്കും ദുബായ് വിശേഷങ്ങളേക്കും കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. Good night. താങ്ക് യു.